ഈ ദിവസം ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ലൈവ് അറ്റ് 6 തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംവരണത്തിനായി ലത്തീൻ കത്തോലിക്കരുടെ ജാതി മാറ്റത്തിനെതിരെ പോലീസിൽ പരാതി. നാടാർ സംഘടനകളുടെ പരാതി ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ലത്തീൻ സഭയ്ക്കെതിരെയും അന്വേഷണം വേണമെന്ന ആവശ്യം. റവന്യൂ വകുപ്പ് നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റിന് ഉത്തരവാദിയല്ലെന്ന് ലത്തീൻ സഭ. ജാതി മാറ്റം ഇപ്പോഴില്ലെന്ന് വികാരി ജനറൽ യൂജിൻ പെരേര. കോതമംഗലത്തെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്ത് അറസ്റ്റിൽ. മതം മാറാൻ നിർബന്ധിച്ചെന്ന ആത്മഹത്യാക്കുറിപ്പ്. റമീസിനും വീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി പെൺകുട്ടിയുടെ കുടുംബം. ടോർച്ചർ ചെയ്തുകൊണ്ടാണ് അവള് മരിച്ചത്. അവരുടെ വീട്ടിൽ അടച്ചിട്ടിട്ട് പോന്നെ എനിക്കിവിടെ ഒരു കാർ വിളിച്ചിരുത്തി. ഇവന് വിശ്വസിച്ചിട്ടല്ലേ എന്റെ മോളെ ഇറങ്ങിപ്പോടാ. സ്നേഹമല്ലോ, ഒത്തിരി കൊല്ലായി സ്നേഹമായിരുന്നു. പെൺകുട്ടി പീഡനം നേരിട്ടെന്ന് സ്ഥിരീകരിച്ച് സുഹൃത്തും. ഫേസ്ബുക്കിൽ എഴുതിയത് കവിതയെന്ന വിനായകൻ. സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ ചോദ്യം ചെയ്ത് സൈബർ പോലീസ്. ബലാത്സംഗ കേസിൽ വേടൻ ഒളിവിൽ തുടരുന്നു. ലുക്കൌട്ട് സർക്കുലർ നോട്ടീസുമായി പോലീസ്. വിവാദ സർക്കുലറുമായി ഗവർണർ. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കാൻ വിസിമാർക്ക് നിർദ്ദേശം. എന്തധികാരമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പ്രതിഷേധം അറിയിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് വി ഡി സതീശൻ. സഹപ്രവർത്തകരുടെ ചതി തുറന്നു പറഞ്ഞ് ഡോക്ടർ ഹാരിസ്. തന്റെ മുറിയിലെ പരിശോധന അറിഞ്ഞില്ല. ഫോണിൽ പോലും കാര്യങ്ങൾ തിരക്കിയില്ലെന്നും ഡോക്ടർ. ആരോഗ്യരംഗത്തെ താറടിക്കാൻ കഥകൾ മെനയുന്നുവെന്ന് മുഖ്യമന്ത്രി. ആക്രമിക്കുന്നവർക്ക് അജണ്ടകളുണ്ടെന്ന് ആരോഗ്യമന്ത്രി. വിശദമായ വാർത്തകൾ നോക്കാം. ജാതിമാറ്റ തട്ടിപ്പിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി നാടാർ സംഘടനകൾ. വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിൽ കേസെടുക്കണമെന്നാണ് ആവശ്യം. നെയ്യാറ്റിൻകര ലത്തീൻ ബിഷപ്പ് വിൻസെന്റ് സാമുവൽ, ക്രിസ്തുദാസ് എന്നിവർ തട്ടിപ്പ് നടത്തിയെന്ന് പരാതിയിൽ പറയുന്നു. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ആ സർട്ടിഫിക്കറ്റുകളിൽ, ആ വ്യാജ സർട്ടിഫിക്കറ്റുകളിൽ കേസെടുക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ നാടാർ വിഭാഗത്തിൽ നിന്ന് ഉയരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ശ്രീജ, അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ നൽകാനുള്ളത്. അതായത് ഈ ഒരു 3 സംഘടനകൾ, അതായത് ഇത്തരത്തിൽ ജാതി മാറ്റം നടന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള ജാതികൾപ്പെട്ടുള്ള അത്തരത്തിലുള്ള സംഘടനകളുള്ള 3 സംഘടനകളാണ് ഇപ്പോൾ DGPക്ക് റവാഡ ചന്ദ്രശേഖരന് പരാതി നൽകിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ലക്ഷത്തോളം ഇത്തരത്തിൽ ജാതി മാറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ്. അതായത് വർഷങ്ങളോളമായി ഒരു ഗൂഢസംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. മാത്രമല്ല ഇതിൽ കത്തോലിക്ക സഭയുടെ, ലത്തീൻ കത്തോലിക്കയുടെ അടക്കം പിന്തുണയുണ്ട്. ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിൽ ഇതിൽ എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ ഈ ഒരു രേഖകളുമായിട്ടാണ് DGPക്ക് കൃത്യമായി പരാതി നൽകിയത്. അതായത് 100-ലധികം ഇത്തരം ജാതി മാറ്റം നടത്തിയ, അനധികൃതമായി ജാതി മാറ്റം നടത്തിയ വ്യക്തികളുടെ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള രേഖകളടക്കം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ പരാതി നൽകിയത്. രേഖകളുടെ കോപ്പികൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് വ്യക്തമാണ് ചെറിയൊരു കാലയളവിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ജാതി മാറ്റം എത്രത്തോളം വലിയൊരു തട്ടിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ മുഴുവൻ രേഖകളും ശേഖരിച്ചുകൊണ്ട് വലിയൊരു പരാതി മുഖ്യമന്ത്രിക്കടക്കം നൽകാനുള്ള നീക്കമാണുള്ളത്. ഇതിപ്പോൾ കേസെടുത്ത് ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെയധികം മുന്നോട്ട് വരികയാണ്. കാരണം അതുമാത്രമല്ല, DGP കമ്മീഷണർക്ക് പരാതി നൽകാനും അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്ന തരത്തിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ കൂടുതൽ, അതിന്റെ എത്രത്തോളം വലിയൊരു തട്ടിപ്പാണ് നടക്കുന്നത് എന്നൊക്കെ ഇത്തരത്തിലുള്ള ഒരു പരാതിയിലൂടെയാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിൽ അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവച്ച ഈ രേഖകളിലെല്ലാം വ്യക്തമാക്കുന്നത് വർഷങ്ങളായി ഇത്തരത്തിലൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. PSCയിലടക്കം ഈ ഒരു സംവരണ ആനുകൂല്യം ലഭ്യമാക്കാനും അത് തരം പോലെ ഉപയോഗിക്കാനും ഓരോ സംവരണത്തിലും ജില്ലാടിസ്ഥാനത്തിലുള്ള PSCയിലെ നിയമനങ്ങൾക്കനുസരിച്ച് അതിലെ ഓരോ സംവരണത്തിലെ ശതമാനം അനുസരിച്ചും ഈ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കുന്നവരുമുണ്ട് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വലിയൊരു തട്ടിപ്പ്, ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന്റെ അന്വേഷണം കൃത്യമായി ഉണ്ടായാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അത്തരത്തിലേക്കുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ കടക്കുന്നത്. ശ്രീജ,
സാരംഗ്, ഇതിൽ മറുപക്ഷത്ത് നിന്ന് പറയുന്നത് ഈ സമയത്തൊന്നും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല എന്നൊരു വിശദീകരണമാണല്ലോ ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അവരുടെ വിശദീകരണം ഈ കേസിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഈ സമയത്ത് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ മുൻപ് നടന്നിട്ടുണ്ട്, അത് അവർക്കറിയാമായിരുന്നു, അങ്ങനെയാണോ? അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത് പൂർണ്ണമായും അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന തരത്തിലേക്കൊന്നും അവർ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇത് മുൻപ് നടന്നിട്ടുണ്ട് എന്ന് പരോക്ഷമായി അവർ സമ്മതിക്കുന്നുമുണ്ട്. ഇതിൽ കൃത്യമായി ഇതിന്റെ രേഖകളടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ള നമ്മൾ ന്യൂസ് റിപ്പോർട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് നടന്നിട്ടുള്ളത് കാര്യം തന്നെയാണ്. ഇതിൽ കൃത്യമായ വ്യക്തികളെയും മറ്റും ചൂണ്ടിക്കാട്ടി തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഇവരുടെ ബോധ്യത്തോടു കൂടി തന്നെ നടന്നിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ഇപ്പോൾ അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, ഇപ്പോൾ നടക്കുന്നില്ല എന്നൊരു വാദമാണ് സഭകളും മറ്റും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് മുൻപ് വ്യാപകമായ രീതിയിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും നെയ്യാറ്റിൻകര ആ ഭാഗങ്ങളിലാണ് ഈ പരാതിയിലടക്കം കൂടുതലായും സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള വ്യാപകമായ തട്ടിപ്പ്. ഏറ്റവും കൂടുതൽ വ്യാപ്തിയിൽ നടന്നിട്ടുള്ളത് നെയ്യാറ്റിൻകര താലൂക്കിൽ മറ്റുമാണ്. കാട്ടാക്കട ഉൾപ്പെടെ നെയ്യാറ്റിൻകര എല്ലാ ഭാഗത്തും ഇത്തരത്തിലുണ്ടെങ്കിൽ നെയ്യാറ്റിൻകര ഭാഗത്താണ് ഇത്രയും കൂടുതലായിട്ട് ഇത്തരത്തിൽ ഒരു ജാതി മാറ്റം നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ നമുക്ക് അറിയാം ഇത് ഇപ്പോഴും രഹസ്യ സ്വഭാവത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഇത്തരത്തിലുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ നമുക്കിതിരെ കൂടുതൽ വശങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ശ്രീജ, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ട സുപ്രധാനമായ വാർത്തയിൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ജാതി തട്ടിപ്പ് വളരെ വ്യാപകമായി നടക്കുന്നു എന്ന ആ വാർത്തയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഇടപെടൽ ഉണ്ടാവുകയാണ്. നാടാർ സംഘടനകൾ DGPക്ക് ഈ വിഷയത്തിൽ പരാതി നൽകിയിരിക്കുന്നു. വെറും പരാതിയല്ല, നെയ്യാറ്റിൻകര ലത്തീൻ കത്തോലിക്ക സഭ ബിഷപ്പ് വിൻസെന്റ് സാമുവൽ ക്രിസ്തുദാസ് തുടങ്ങിയവർ തട്ടിപ്പ് നടത്തി എന്നുന്നയിച്ചുകൊണ്ട് ഒരു പരാതിയാണിപ്പോൾ നാടാർ സംഘടനകൾ നൽകുന്നത്. മുഖ്യമന്ത്രിയെ അടക്കം പരാതിയുമായി സമീപിക്കാനാണ് ഇവർ ആലോചിക്കുന്നത്. അതേസമയം ലത്തീൻ സഭയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് കാര്യമായി അവരറിയാതെ ഈ തരത്തിലൊരു തട്ടിപ്പ് നടക്കുന്നു, ആനുകൂല്യങ്ങൾ എടുക്കാൻ വേണ്ടി ഈ തരത്തിലൊരു തട്ടിപ്പ് നാടാർ സംഘടനകൾ അല്ലെങ്കിൽ നാടാർ വിഭാഗത്തിൽപ്പെട്ടവർ നടത്തുന്നു എന്നതാണ് മറുപുറത്തു നിന്നുള്ള ആരോപണം. സംവരണം നേടിയെടുക്കാനുള്ള ജാതി മാറ്റ തട്ടിപ്പ് എന്തായാലും ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യുജീൻ പെരേര നിഷേധിക്കുകയാണ്. സഭയല്ല സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്, റവന്യൂ ഉദ്യോഗസ്ഥരാണ് എന്നാണ് വിശദീകരണം. സർട്ടിഫിക്കറ്റിൽ കൃത്യത ഉറപ്പാക്കേണ്ടതും നടപടിയെടുക്കേണ്ടതും റവന്യൂ ഉദ്യോഗസ്ഥരാണ്. വർഷങ്ങൾക്ക് മുൻപ് പരാതി ഉയർന്നിരുന്നെങ്കിലും ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പരാതികളും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നും ഫാദർ യുജീൻ പെരേര പറഞ്ഞു. ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് റവന്യൂ ഉദ്യോഗസ്ഥര് ബിഷപ്പുമാർ സഭയിൽ നിന്ന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് അതിന്റെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. അല്ലാതെ സഭയല്ല സർട്ടിഫിക്കറ്റ്, റവന്യൂ ഉദ്യോഗസ്ഥരാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ആ റവന്യൂ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് വസ്തുതയാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം റവന്യൂ ഉദ്യോഗസ്ഥർക്കാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു വളരെ സ്ട്രേ ആയിട്ടുള്ള ചില ഇൻസിഡൻസ് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു കേസും അതുപോലെ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല. ന്യൂസ് 18 പുറത്തുവിട്ട സുപ്രധാനമായ വാർത്ത വലിയ ചർച്ചയാവുകയാണ്. ഇപ്പോൾ നമ്മൾ കേട്ടത് ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണമാണ്. ഈ വിഷയത്തിൽ സഭയ്ക്കൊന്നും ചെയ്യാനില്ല. സർക്കാർ ഈ ആരൊക്കെയാണോ ഇത് മാറ്റി നൽകുന്നത് അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത് അവരുടെ ഭാഗത്താണ് അതിന്റെ ഉത്തരവാദിത്വം എന്നതാണ് ലത്തീൻ സഭയുടെ നിലപാട്. അതേസമയം ബിഷപ്പുമാരുടെ അടക്കം അറിവോടെയാണ് ഈ വലിയ തട്ടിപ്പ് നടക്കുന്നത് എന്നാരോപിച്ചാണ് ഇപ്പോൾ നാടാർ സംഘടനകൾ DGPയെ പരാതിയുമായി സമീപിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോതമംഗലത്ത് 23-കാരിയായ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്തിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തുകയാണ് കുടുംബം. വിവാഹം കഴിക്കാനായി റമീസ് മതം മാറാൻ നിർബന്ധിച്ചെന്നും വിസമ്മതിച്ചപ്പോൾ സോനയെ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. റമീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവന് വിശ്വസിച്ചിട്ടല്ലേ എന്റെ മോളെ ഇറങ്ങിപ്പോടാ. സ്നേഹമല്ലോ, ഒത്തിരി കൊല്ലായി സ്നേഹമായിരുന്നു. അപ്പൊ അവള് മരിക്കൂന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വേണം എന്റെ മോള് മരിക്കൂന്ന് ഞാൻ എനിക്കറിയില്ല എന്റെ മോള് മരിക്കൂന്ന്. സോനയും പറവൂർ പാനായിക്കുളം സ്വദേശി റമീസും തമ്മിൽ ആലുവ UC കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ പ്രണയത്തിലായിരുന്നു.
പ്രണയം വീട്ടിലെറിഞ്ഞതോടെ വിവാഹത്തിന് സോനയുടെ കുടുംബം സമ്മതിച്ചു. എന്നാൽ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് ആദ്യം മുതലേ റമീസും കുടുംബവും നിർബന്ധം പിടിച്ചു. സോന അതിന് സമ്മതവുമായിരുന്നു. അതിനിടെയാണ് 3 മാസം മുൻപ് സോനയുടെ അച്ഛൻ എൽദോസ് വീടിനടുത്ത കുളത്തിൽ മുങ്ങി മരിച്ചത്. അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ തകർന്ന കുടുംബം 1 വർഷം കഴിഞ്ഞു മതി വിവാഹമെന്ന് റമീസിന്റെ കുടുംബത്തെ അറിയിച്ചു. എന്നാൽ റമീസിനും കുടുംബത്തിനും അത് സമ്മതമായിരുന്നില്ല. സോന ഉടനെ പൊന്നാനിയിൽ പോയി മതം മാറണമെന്നും റമീസിന്റെ വീട്ടിൽ തന്നെ താമസിക്കണമെന്നും നിർബന്ധം പിടിച്ചു. അതിനിടെയാണ് ഓഗസ്റ്റ് ആദ്യവാരത്തിൽ റമീസിനെ ആലുവയിൽ നിന്നും അനാശാസ്യത്തിന് പിടികൂടിയത്. ഇതറിഞ്ഞതോടെ റമീസിനെ സോന ചോദ്യം ചെയ്തു. തർക്കങ്ങൾക്കൊടുവിൽ ഒരുമിച്ച് ജീവിക്കാൻ തന്നെ സോന സമ്മതമറിയിച്ചു. എന്നാൽ ഇനി മതം മാറാൻ തയ്യാറല്ലെന്നും രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്നും നിലപാടുമെടുത്തു. രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സോനയെ തന്റെ പാനായിക്കുളത്തെ വീട്ടിലെത്തിച്ചു. മതം മാറണമെന്ന് റമീസ് വീണ്ടും നിർബന്ധിച്ചു. വിസമ്മതിച്ചതോടെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പോലീസും പറയുന്നത്. തന്നെ റമീസ് മർദ്ദിച്ചതും മതം മാറാൻ നിർബന്ധിച്ചതുമെല്ലാം റമീസിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും സാന്നിധ്യത്തിലായിരുന്നു എന്ന് സോനയുടെ ആത്മഹത്യാക്കുറിപ്പിലും പറയുന്നുണ്ട്. അവിടെ റൂമിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ അമ്മയും വാപ്പയും പെങ്ങളും അവൻ്റെ കൂട്ടുകാർ കൂടി എല്ലാവരും കൂടി മാനസികമായിട്ട് വളരെ പ്രഷറാക്കി അവളെ. മാത്രമല്ല അവളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു. അവളുടെ ഇവിടെ പാടുണ്ടായിരുന്നു, ഇവിടെയും പാടുണ്ടായിരുന്നു. അവളെന്നിട്ട് റൂമിൽ നിന്ന് തുറന്നു വിട്ടത് എൻ്റെ പേര് പറഞ്ഞ. അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ കൂട്ടുകാരിനെ വിളിച്ചു. ഈ കൂട്ടുകാരി പറയുമ്പോൾ ഇതൊക്കെ അറിയണം. ഞാൻ എൻ്റെ ഞാനേനെ വിളിച്ച് പറയും. അപ്പം അതിനു മുമ്പ് തന്നെ എന്നെ തുറന്നു വിടാൻ പറയാൻ പറഞ്ഞു. അതാണ് ഉണ്ടായത്. വീട്ടിലേക്ക് മടങ്ങിയ സോനയെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ റമീസ് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും മതം മാറാൻ നിർബന്ധിച്ചു എന്നും പറയുന്നു. റമീസും സോനയും തമ്മിലുള്ള ചാറ്റുകളും ഫോൺ റെക്കോർഡുകളും പോലീസിന് ലഭിച്ചു. അവൻ്റെ റൂമിൽ പൂട്ടിയിട്ടൊക്കെ അടി എന്നെ വീട്ടിൽ അവർ ചായയൊക്കെ തന്ന് സഹകരിക്കാൻ തുടങ്ങി. ഞാൻ കുടിച്ചൊന്നുമില്ല, എനിക്ക് വേണ്ടാന്ന് തന്നെ ഞാൻ കേട്ട് തിന്നു. എന്നെ മതം മാറാൻ വേണ്ടി എന്നെ പൊന്നാനി കൊണ്ടേ ആക്കാൻ വേണ്ടി പോവാടി എന്ന് പറഞ്ഞ് അവളെന്നെ വിളിച്ച് കരയുക. അപ്പോഴത്തേക്ക് പറഞ്ഞു എടി അപ്പം എന്നിട്ടാണെങ്കിൽ അവൾ പറഞ്ഞു എടി ഞാൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും, എന്നെ എങ്ങനെയും വെറുതെ വിടാൻ പറഞ്ഞ് അങ്ങനെയാണ് അവളെ അവിടെ നിന്ന് ഇറക്കി അവളെ പോകുന്നതെന്ന് പറഞ്ഞത്. ഒടുവിൽ വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കില്ലെന്നും തന്റെ അപ്പന്റെ അടുത്തേക്ക് പോവുകയാണെന്നും ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് സോന ശനിയാഴ്ച വൈകിട്ട് ജീവനൊടുക്കി. അസ്വാഭാവിക മരണത്തിന് ആദ്യം കേസെടുത്ത കോതമംഗലം പോലീസ് റമീസിനെ രാവിലെ കസ്റ്റഡിയിലെടുത്തു. റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും സോനയെ ഉപദ്രവിച്ചു എന്ന വകുപ്പും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നീ വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തത്. ന്യൂസ് 18 കൊച്ചി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കർണാടക കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി സഹകരണ മന്ത്രി കെ.എൻ. രാജണ്ണ. ആരോപണത്തിൽ പാർട്ടിയുടെ നിലപാട് തള്ളിയ മന്ത്രി വോട്ടർ പട്ടിക തയ്യാറാക്കിയത് കോൺഗ്രസിന്റെ ഭരണകാലത്താണെന്നും തുറന്നടിച്ചു. വിഷയത്തിൽ സമയത്ത് പരാതി നൽകിയില്ലെന്നും കെ.എൻ. രാജണ്ണ വിമർശിച്ചു. പിന്നാലെ കെ.എൻ. രാജണ്ണ മന്ത്രിസ്ഥാനം രാജിവെച്ചു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് അദ്ദേഹം രാജിക്കത്ത് കൈമാറി. ನಾನು ಮುಖ್ಯಮಂತ್ರಿಗಳು ಭೇಟಿ ಮಾಡಿ ಬಂದು ಆಮೇಲೆ ನಾನು ರಿಯಾಕ್ಷನ್ ಆಯ್ತಲ್ಲ. ಮುಖ್ಯಮಂತ್ರಿಗಳು ಭೇಟಿ ಮಾಡಿದ ನಂತರ ಬರ್ತೀನಿ, ಮಾತಾಡ್ತೀನಿ. അതേസമയം വസ്തുതകൾ അറിയാതെ രാജണ്ണ പ്രസ്താവന നടത്തരുതെന്ന് ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ പ്രതികരിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ആർ. കിരൺ ബാബു ചേരുന്നു. കിരൺ, കർണാടകയിൽ നിന്ന് ആണ് ഇങ്ങനെയൊരു വലിയ ആരോപണം ഉയർന്നു വന്നത്. പക്ഷെ ആ ആരോപണത്തിൽ കർണാടക കോൺഗ്രസിനകത്ത് ഇങ്ങനെയൊരു വിരുദ്ധാഭിപ്രായവും രാജിയും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ് കർണാടക കോൺഗ്രസിൽ സംഭവിക്കുന്നത്? ശ്രീജ, ഇന്ന് ദേശീയ തലത്തിൽ തന്നെ ഒരു വലിയ സമരത്തിനാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയത്. ഈ മോദി സർക്കാർ, മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ഈ സമരം എന്ന് പറയുന്നത് 2014 NDA സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും യോജിച്ച് നടത്തുന്ന ആദ്യത്തെ പരസ്യ സമരം എന്ന പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയം, കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ 1 ലക്ഷത്തിലധികം വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ട്, അങ്ങനെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടത്തിയെന്നാണ് തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത്. ഈ വിഷയത്തിലാണ് വോട്ട് ചോരി എന്നുള്ള പേരിൽ ഈ വിഷയത്തിലാണ് മറ്റു പാർട്ടികളെല്ലാം യോജിക്കുകയും ഇന്ന് 300-ലധികം വരുന്ന എംപിമാർ, 21 പാർട്ടികളിലായുള്ള എംപിമാർ, രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം പങ്കെടുത്ത ഒരു മാർച്ച്, അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഔദ്യോഗികമായി തന്നെ പരസ്യ പ്രഖ്യാപനം നടത്തി വിട്ടുപോയ ആം ആദ്മി പാർട്ടിയുടെ എംപിമാരടക്കം പങ്കെടുത്ത ഒരു റാലിയായിരുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും ഇന്ത്യ ബ്ലോക്കിന്റെ ബാനറുകളില്ലാതെ വ്യത്യസ്ത ഭാഷകളിലുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ സമരം നടത്തിയത്. അങ്ങനെ ഈ വോട്ട് ചോരി വിഷയത്തിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളാകെ ഒന്നിച്ചു നിന്നുകൊണ്ട് സർക്കാരിനെയും രാജ്യത്തെ
തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പ്രതിക്കൂട്ടിലാക്കി നിർത്തിയിരിക്കുന്ന സമയത്താണ് കർണാടകയിൽ നിന്ന് തന്നെ കോൺഗ്രസിന് ആഭ്യന്തരമായ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. കർണാടക സഹകരണ മന്ത്രി രാജണ്ണയാണ് പരസ്യമായി പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലത്താണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. ആ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വരുന്നെങ്കിൽ അന്ന് പരിശോധിക്കണമായിരുന്നു. ഇപ്പോൾ പറഞ്ഞത് ശരിയായില്ല, ഇനി ഭാവിയിലേക്കായാലും അത് ശ്രദ്ധിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. കോൺഗ്രസ് മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ച് മുന്നോട്ട് വെച്ച വലിയൊരു മുദ്രാവാക്യം, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു മുദ്രാവാക്യം, അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ സമരത്തിന് വലിയൊരു ജനപിന്തുണയും അല്ലെങ്കിൽ ആ സമരം ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് പൂർണ്ണമായും വരികയും 300-ലധികം എംപിമാരുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടത്തുകയും ഒക്കെ ചെയ്തതിന് തൊട്ടു പിന്നാലെയായിരുന്നു ആകെ ഈ സമരത്തെ ആകെ പ്രതിരോധത്തിലാക്കുന്ന നീക്കം വന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഹൈക്കമാൻഡ് ഇടപെടലുണ്ടായി. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് ഭാഗത്തു നിന്ന് വന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അദ്ദേഹത്തോട് രാജി ചോദിച്ചു. രാജി ആവശ്യപ്പെട്ട് രാജിക്കത്ത് വാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന്റെ രാജി സ്വീകരിക്കുകയായിരുന്നു. എന്തായാലും കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ BJPക്കെതിരെയും അതോടൊപ്പം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും നടത്തിയ വലിയൊരു നീക്കത്തിന് തിരിച്ചടി കൂടിയാണ്. കോൺഗ്രസിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, അതും കർണാടക ഏത് സംസ്ഥാനത്ത് നിന്നാണ് ആരോപണം ഉന്നയിച്ചത് ആ സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ ഈ ആരോപണത്തിന് BJP പക്ഷം ചേർന്നുകൊണ്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുക, അത് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുക. ഇതേ തുടർന്നാണ് ഇത്തരം ഒരു രാജിയിലേക്കും പുറത്താക്കലിലേക്കും ഒക്കെ നീങ്ങിയിരിക്കുന്നത്. കോൺഗ്രസ് ആകെ ഉയർത്തിയ കോഴ്സിന്റെ മെറിറ്റിനെ കൂടി റദ്ദാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ കൂടി ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ആരോപണമാണ് ഈ കർണാടക മന്ത്രി രാജണ്ണയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതേ തുടർന്നാണ് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനവും മന്ത്രിസ്ഥാനത്തു നിന്നുള്ള രാജി എഴുതി വാങ്ങിക്കാനുള്ള തീരുമാനവും. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കൊള്ളയിലും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ന് ഇന്ത്യ സഖ്യം വലിയ മാർച്ചാണ് നടത്തിയത്. പാർലമെന്റിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ട്രാൻസ്പോർട്ട് ഭവന് സമീപം പോലീസ് തടഞ്ഞത് നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കി. പിരിഞ്ഞു പോകാൻ തയ്യാറാകാതിരുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള എംപിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത്. ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും സത്യം രാജ്യത്തിന് മുന്നിലുണ്ടെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, वन मैन वन वोट की लड़ाई है. इसीलिए हमें साफ प्योर वोटर लिस्ट चाहिए. കേന്ദ്രം ഭരിക്കുന്നത് ഭീരുക്കളാണെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം. തൃശൂരിലെ BJP വിജയം ക്രമക്കേട് കൊണ്ട് നേടിയതാണെന്ന ആരോപണം ശക്തമാക്കി കോൺഗ്രസ്. 2019 വോട്ടർ പട്ടികയിൽ 62,318 വോട്ടിന്റെ വർധന മാത്രമാണ് തൃശൂരിലുണ്ടായത്. എന്നാൽ 2024 അത് 1,46,656 ഇതിൽ അസ്വാഭാവികതയുണ്ട്. തൃശൂർ മണ്ഡലത്തിൽ ജനസംഖ്യയിൽ കുത്തനെ വർധന ഉണ്ടായിട്ടില്ല. എറണാകുളമോ കോഴിക്കോടോ തിരുവനന്തപുരമോ പോലെ ജോലിക്കായി കൂടുതൽ ആളുകൾ കുടിയേറുന്ന സ്ഥലവുമല്ല തൃശൂർ. വോട്ടെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒഴിഞ്ഞ വീടുകളുടെയും ഫ്ളാറ്റുകളുടെയും വിലാസം ഉപയോഗിച്ച് BJP വലിയ തോതിൽ പേരുകൾ ചേർത്ത് കൃത്രിമമായി നേടിയതാണ് വിജയമെന്നാണ് ആരോപണം. ഇത് തന്നെയാണ് ബംഗളൂരുവിൽ കണ്ടതെന്നും KPCCയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ആരോപിച്ചു. മറ്റു വാർത്തകളിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. ഫേസ്ബുക്കിൽ എഴുതിയത് കവിതയെന്ന് നടൻ വിനായകന്റെ മൊഴി. വിനായകനെ സൈബർ പോലീസ് ചോദ്യം ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപം നടത്തിയെന്ന പരാതിയിലാണ് ചോദ്യം ചെയ്യൽ. നവമി ദിനേശ് വിശദാംശങ്ങൾ നൽകും. നവമി, എന്താണ് ഈ ചോദ്യം ചെയ്യലിൽ വിനായകൻ വിശദീകരിച്ചിട്ടുള്ളത്? VS അച്യുതാനന്ദനെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ തുടർന്നാണ് നടൻ വിനായകനെ സൈബർ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്.
രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ വിനായകനെ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന സാഹചര്യമായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനായകൻ സൈബർ സ്റ്റേഷനിലേക്ക് കയറിപ്പോയത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വിനായകൻ പറഞ്ഞത് താൻ ഒരു കവിത എഴുതുകയായിരുന്നു എന്നാണ്. പോലീസ് എന്തായാലും വിനായകനെതിരെ കേസുകൾ എടുക്കാൻ വകുപ്പില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൈബർ പോലീസ് വിനായകനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഇതിനു മുൻപ് പോലും പലപ്പോഴും വിനായകൻ ഈ കേരളം മുഴുവനും ആദരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും ആദരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾക്കെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ടുള്ളത്. ഇതിനു മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അടൂർ ഗോപാലകൃഷ്ണനെയും KJ യേശുദാസിനെയും വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പരാമർശങ്ങളും വാക്കുകളും ഉപയോഗിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഇത് പിന്നീട് വലിയ വിവാദമായതിനെ തുടർന്ന് ഈ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. ഈ പോസ്റ്റ് ഇട്ടതിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഇട്ടത് വാർത്തയാക്കിയ ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പിനെ പോലും വളരെ മോശമായിട്ട് വ്യക്തിഹത്യ ചെയ്തു മാധ്യമപ്രവർത്തകരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു. എന്തായാലും അപർണ കുറുപ്പും DGPക്ക് അപർണ കുറുപ്പിനെതിരെ ഇത്ര മോശം പരാമർശം നടത്തിയതിന് വിനായകനെതിരെ KUWJ DGPക്ക് പരാതി നൽകുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വിനായകനെ കൂടുതൽ വിനായകനെതിരെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് വീണ്ടും വിനായകരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്. നവമി ദിനേശ് ആണ് വിവരങ്ങൾ നൽകിയത്. ബലാത്സംഗ കേസിൽ റാപ്പർ വേഡനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. വേഡൻ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പോലീസിന്റെ നീക്കം. നേരത്തെ മുൻകൂർ ജാമ്യത്തിനായി റാപ്പർ വേഡൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയ ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 18 മാറ്റിയിരുന്നു. ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയതോടെ കഴിഞ്ഞ ദിവസം കൊച്ചി ബോൾഗാട്ടി പാലസിലെ ഓളം ലൈവ് എന്ന സംഗീത പരിപാടി മാറ്റിവെച്ചിരുന്നു. വേഡൻ പരിപാടിക്കെത്തിയാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിന്റെ തീരുമാനം. വിവാദ സർക്കുലറുമായി ഗവർണർ ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കാൻ യൂണിവേഴ്സിറ്റി VC-മാർക്ക് നിർദ്ദേശം നൽകി. വിഷയത്തിൽ സെമിനാറുകൾ സംഘടിപ്പിക്കാനും വിഭജനത്തിന്റെ ഭീകരത തുറന്നുകാട്ടുന്ന നാടകങ്ങൾ സംഘടിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. സർവകലാശാലകളോട് ആക്ഷൻ പ്ലാൻ നൽകാൻ ചാൻസലർ നിർദ്ദേശിച്ചു. അതേസമയം സർക്കുലറിനെ എതിർത്ത് സർക്കാരും പ്രതിപക്ഷവും രംഗത്ത് വന്നു. ഗവർണറുടെ നിർദ്ദേശം കേട്ടുകേൾവി ഇല്ലാത്തതെന്നും ഏതെങ്കിലും ദിനം ആചരിക്കാൻ നിർദ്ദേശിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും മന്ത്രി V. ശിവൻകുട്ടി പ്രതികരിച്ചു. ഇങ്ങനൊരു ദിനം നമ്മൾ ആദ്യമായിട്ട് നോക്കിയ സംസ്ഥാനത്തെ ഗവർണർക്ക് എന്തൊക്കെ അധികാരങ്ങൾ ഉണ്ടെന്ന് സംബന്ധിച്ചിടത്തോളം ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ഗവർണറുടെ അധികാരം എന്തൊക്കെയാണ് എന്നും ഒരു ഗവർണർമാരും അതിരുവിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മന്ത്രിസഭാ യോഗം ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭ അറിയാതെ അല്ലെങ്കിൽ മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കാതെ ഒരു സമാന്തര ഭരണ സംവിധാനം എന്നുള്ള നിലയിൽ ഗവർണർ ദിനം ആചരിക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഏത് അധികാരം ഉപയോഗിച്ചാണ് അങ്ങനെ ഒരു ദിനം ആചരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തതെന്ന് സംബന്ധിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല. ഗവർണറെ പ്രതിഷേധം അറിയിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. മെഡിക്കൽ ഉപകരണം കാണാതെ പോയെന്നാരോപിച്ച് കുടുക്കാൻ നടത്തിയ നീക്കങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് ഡോക്ടർ ഹാരിസ് തന്റെ ഓഫീസ് മുറിയിൽ പരിശോധന നടത്തുന്ന കാര്യം അറിയിച്ചില്ല. ഫോണിൽ പോലും കാര്യങ്ങൾ ചോദിക്കാതെയാണ് പ്രിൻസിപ്പലും സൂപ്രണ്ടും വാർത്താസമ്മേളനം നടത്തിയത്. ജയിലിൽ അടയ്ക്കാനും മരണത്തിലേക്ക് തള്ളിവിടാനുമുള്ള നീക്കങ്ങൾ നടന്നു. മോസിലോസ്കോപ്പ് വാങ്ങിവെച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി എന്ന കള്ളക്കഥ ഉണ്ടാക്കിയതിനു പിന്നിൽ സഹപ്രവർത്തകർ തന്നെയാണെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ശസ്ത്രക്രിയകൾ മുടങ്ങിയപ്പോൾ വിഷമം കൊണ്ട് തുറന്നു പറഞ്ഞതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡോക്ടർ കുടുക്കാൻ കൂട്ടുനിന്ന ഡോക്ടർ വിശ്വനാഥനെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറായി സ്ഥിരം നിയമനം നൽകാൻ പോകുന്നു എന്ന ആരോപണത്തിനിടെയാണ് തുറന്നു പറച്ചിൽ. ആരോഗ്യവകുപ്പിനെ പ്രതിരോധത്തിലാക്കുന്ന വിവാദ പരാമർശങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇനി നടത്തരുത് എന്ന കൃത്യമായ നിർദ്ദേശം KGM-CTയുടെ ഭാഗത്ത് നിന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കലിന് നൽകി 2 ദിവസം പിന്നിടുമ്പോഴാണ് അദ്ദേഹം വീണ്ടും കടുത്ത ഭാഷയിൽ തനിക്കെതിരായ നീക്കങ്ങളെ വിമർശിച്ചുകൊണ്ട് വീണ്ടും രംഗത്തെത്തിയത്. വെള്ളി നാണയങ്ങൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണല്ലോ. താൻ കീഴുദ്യോഗസ്ഥനാണ് എന്നിരിക്കെ തന്നോട് വിശദീകരണം ചോദിക്കുന്നതിന് പകരം
നേരിട്ട് വാർത്താ സമ്മേളനം നടത്തിയതിൽ തനിക്കേറെ വിഷമമുണ്ടെന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതൊക്കെ വിഷമമുണ്ടാക്കി. അവർ കീഴുദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അവർക്ക് നേരിട്ട് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്റെ വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രം അവർ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു. അവർക്ക് എന്നോട് എന്തു ആവശ്യപ്പെടാൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിപ്പിക്കാനോ എന്നെ ചോദ്യം ചെയ്യാനോ അവർക്ക് അധികാരമുള്ളവരാണ്. എന്റെ പ്രശ്നങ്ങൾ എന്നെ പോലെ മനസ്സിലാക്കേണ്ട എന്റെ അതേ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവർ തന്നെ എനിക്കല്ല ആ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തം. ആ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തം അത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. സ്ഥാപനത്തിന്റെ എല്ലാ മേലധികാരിക്കുള്ള ഉത്തരവാദിത്തങ്ങളാണത്. അപ്പൊ ഞാനത് പറയേണ്ടി വന്നതും അവർക്ക് വേണ്ടിയും കൂടാണ് പറഞ്ഞത്. പക്ഷെ അവരാ സെൻസിലെടുക്കാതെ എന്നെ ശത്രുവായിട്ട് കാണുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത്. അത് എന്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അത് വല്ലാതെ എന്നെ അഫക്ട് ചെയ്തൊരു കാര്യമാണത്. എന്റെ സഹപ്രവർത്തകർ എത്രയോ 28-30 വർഷം, 30 അതിൽ കൂടുതൽ 1986 മുതൽ കാണുന്ന ആൾക്കാരാണ് നമ്മുടെ സഹപ്രവർത്തകർ. പഠിച്ചതും ഒപ്പം പഠിച്ചവരും ഒപ്പം ജോലി ചെയ്തവരും ഒപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരും ഒക്കെ ഉള്ളവരാണ്. അവരങ്ങനെ നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. മന്ത്രി വീണ ജോർജിന്റെ അറിവോടെയാണോ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം അവർ നടത്തിയതെന്ന കാര്യം തനിക്കറിയില്ല. മനസ്സിൽ വിഷമമുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പരാതികളും പരിഭവങ്ങളും പ്രിൻസിപ്പലിനെതിരെയോ അതോടൊപ്പം സൂപ്രണ്ടിനെതിരെയോ തനിക്ക് ഇല്ല എന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കി. ഞാനവിടെ വെറുതെ ഒരു പണിക്കാരൻ മാത്രമാണ്. അപ്പൊ അതിന് അവരൊരു സഹായം വേണം. അവരിനിയും സഹായിക്കണം. നമുക്ക് അങ്ങനെ ശത്രുപക്ഷത്ത് നിന്ന് പോകാൻ പറ്റുന്ന ഒരു രംഗമല്ല. കാരണം ഒരു രോഗി ബുദ്ധിമുട്ടിലായി കഴിഞ്ഞാൽ പല എല്ലാ ഡോക്ടർമാരും സഹകരിച്ചാണ്. ഒരു ഡോക്ടർ ഒറ്റയ്ക്കല്ല, പല വിഭാഗത്തിലുള്ളവർ വന്ന് ഒരുമിച്ച് ചേർന്നിട്ടാണ് അവരെ രക്ഷിക്കുന്നത്. അപ്പം എല്ലാവരും തമ്മിൽ നല്ല ഒരു സൗഹൃദവും ഒരു വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടാവേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ചുപേര് ശത്രുപക്ഷത്തും കുറച്ചുപേര് ഇങ്ങനെ നിന്നാലും മാറി നിന്നാലൊന്നും നടക്കില്ല. അതേസമയം ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതിനാണ് DMAയുടെ ചുമതലയിലുണ്ടായിരുന്ന ഡോക്ടർ വിശ്വനാഥിന് സ്ഥിരം ചുമതല നൽകാനുള്ള നീക്കം ചട്ടവിരുദ്ധമായി മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന വിമർശനവുമായി സേവ് യൂണിവേഴ്സിറ്റി ഫോറവും രംഗത്തെത്തി. പ്രിൻസിപ്പൽമാരെ, ഏറ്റവും മുതിർന്ന പ്രിൻസിപ്പലിനെയാണ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയാണ് ഈ പദവിയിലേക്ക് നിയോഗിക്കേണ്ടത്. പക്ഷേ ആ ചട്ടങ്ങൾ മറികടന്ന് സീനിയോറിറ്റിയിൽ 6ാം സ്ഥാനത്ത് മാത്രമുള്ള ഡോക്ടർ വിശ്വനാഥിനെ ചട്ടവിരുദ്ധമായി ഈ തസ്തികയിലേക്ക് ഉയർത്താനുള്ള ബോധപൂർവമായ നീക്കമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന വിമർശനമാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം മുമ്പോട്ട് വച്ചിരിക്കുന്നത്. അതിനിടെ KGMCTയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും DMEയും പുറത്താക്കിയെന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. ഡാൻ കുര്യൻ ആണ് വിവരങ്ങൾ നൽകിയത്. ആരോഗ്യവകുപ്പിനെതിരായ വിമർശനങ്ങൾ അതേസമയം മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും തള്ളുകയാണ്. കേരളത്തിന്റെ മികവാർന്ന ആരോഗ്യരംഗത്തെ താറടിക്കാൻ ഒന്നിനു പുറകെ ഒന്നായി കഥകൾ മെനയുന്നുവെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. അന്താരാഷ്ട്ര ഭീമന്മാരുടെ അജണ്ടകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവർ ചിലരെ വിലക്കെടുക്കുകയാണ്. കേരള മോഡൽ തകർക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാഭാവികമായും ആളുകൾ കൂടുതൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കും. അവിടെ പിടിക്കണം എന്ന് ഈ അന്താരാഷ്ട്ര ഭീമന്മാർ കാണുകയാണ്. അവരുടെ അജണ്ടകൾ പാവപ്പെട്ട നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവില്ല. അതിനായി വിലക്കെടുക്കേണ്ടവരെയൊക്കെ അവർ വിലക്കെടുക്കും. പല വഴികൾ, പല മാർഗങ്ങൾ അവർക്കുണ്ട്. ആ വഴികൾ സ്വീകരിക്കുകയാണ്. ഈ കേരളത്തിലെ മികവാർന്ന ആരോഗ്യ രംഗത്തെ താറടിക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമാണ്. ഒന്നിനു പുറകെ ഒന്നായി കഥകൾ മെനയുന്നത് അതിന്റെ ഭാഗമാണ്. അവർക്കാവശ്യം കേരളത്തിലെ ആരോഗ്യരംഗം ഒന്നുമല്ല എന്ന് സമർത്ഥിക്കലാണ്. ആരോഗ്യമേഖലയെ ആക്രമിക്കുന്നവർക്ക് ചില അജണ്ടകളുണ്ടെന്നും ആരോഗ്യമേഖല പക്ഷേ അതിലൊന്നും തകർന്നു പോകില്ലെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേരളത്തിൽ സർക്കാർ ആരോഗ്യ മേഖലയെ ആക്രമിക്കുന്നവർക്ക് ചിലർ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ആക്രമിക്കുന്നവർക്ക് അവർക്ക് നിശ്ചിതമായിട്ടുള്ള അജണ്ടകളുണ്ട്. ആസൂത്രിതമായിട്ടുള്ള അങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് മുന്നിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്നു പോകില്ല. കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇരുവരും.
തിരുവനന്തപുരം ഡൽഹി എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിൽ വിശദീകരണവുമായി എയർ ഇന്ത്യ. റൺവേയിൽ മറ്റ് വിമാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും റൺവേയുടെ വശത്ത് എന്തോ പാഴ്വസ്തു ഉണ്ടായിരുന്നുവെന്നുമാണ് വിശദീകരണം. തുടർന്ന് വിമാനത്തിന് ഗോ അറൌണ്ട് നിർദ്ദേശം നൽകുകയായിരുന്നു എന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത്. ചെന്നൈയിലെ പരിശോധനയിൽ തകരാറില്ലെന്ന് തിരിച്ചറിഞ്ഞുവെന്നും മുൻകരുതലിന്റെ ഭാഗമായി ട്രാൻസ് റിസീവർ മാറ്റുകയായിരുന്നുവെന്നും എയർ ഇന്ത്യ വിശദീകരിക്കുന്നു. റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നുവെന്ന് പൈലറ്റ് പറഞ്ഞെന്ന വിമാനത്തിൽ ഉണ്ടായിരുന്ന എംപിമാരുടെ വാദം യാത്രക്കാരും ശരിവെക്കുകയാണ്. 5 എംപിമാർ അടക്കം 160 യാത്രക്കാരാണ് എയർ ഇന്ത്യ വിമാനത്തിലുണ്ടായിരുന്നത്. ഡൽഹിയിൽ നിന്നും വാഷിംഗ്ടൺ DC-യിലേക്കുള്ള എയർ ഇന്ത്യ സർവീസുകൾ താൽക്കാലികമായി നിർത്തലാക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ഫ്ലീറ്റ് നവീകരണവും നിലവിലുള്ള വ്യോമാതിർത്തി നിയന്ത്രണങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് നടപടി. ഗാസ സിറ്റിയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. അൽ ജസീറയുടെ പലസ്തീനിലെ 2 റിപ്പോർട്ടർമാരും 3 ക്യാമറാമാൻമാരുമാണ് കൊല്ലപ്പെട്ടത്. മരിച്ചവരിൽ പ്രമുഖ റിപ്പോർട്ടറായ അനസ് അൽ ഷരീഫും ഉൾപ്പെടുന്നു. ഗാസയിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ചുരുക്കം മാധ്യമപ്രവർത്തകരിൽ ചിലരാണ് ഇന്നലെ രാത്രി നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അൽ ജസീറയുടെ അൽഷിഫ ആശുപത്രിക്ക് മുന്നിലെ ടെന്റിലിരിക്കുമ്പോഴായിരുന്നു ആക്രമണം. മരിച്ചവരിൽ പ്രമുഖ റിപ്പോർട്ടറായ അനസ് അൽ ഷരീഫും ഉൾപ്പെടുന്നു. വെറും 28 വയസ്സ് മാത്രം പ്രായമുള്ള ഷെരീഫ് വഴിയാണ് ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിന്റെ നേർക്കാഴ്ചകൾ പുറം ലോകമറിഞ്ഞത്. അന്താരാഷ്ട്ര മാധ്യമപ്രവർത്തകരെ ഗാസയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. അതിനാൽ അൽ ഷരീഫ് ഉൾപ്പെടെയുള്ള പ്രാദേശിക റിപ്പോർട്ടർമാരായിരുന്നു വാർത്തകൾക്കുള്ള ഏക ആശ്രയം. 2018-ൽ പലസ്തീനിലെ മികച്ച യുവ മാധ്യമപ്രവർത്തകനുള്ള പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. മരണത്തിന് തൊട്ടുമുൻപ് ഷരീഫ് ഇസ്രയേലിനെതിരെ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഗാസ സിറ്റിയിൽ ശക്തമായ ഇസ്രയേൽ ബോംബാക്രമണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പായിരുന്നു പോസ്റ്റ്. അതേസമയം ഹമാസിലെ തീവ്രവാദ വിഭാഗങ്ങളിൽ ഒന്നിന്റെ തലവനാണ് അനസ് അൽ ഷരീഫ് എന്നാണ് ഇസ്രയേൽ ആരോപണം. അതിനാലാണ് അദ്ദേഹത്തെ വധിച്ചതെന്നും അവർ വിശദീകരിക്കുന്നു. ആക്രമണത്തിൽ അൽ ജസീറയുടെ മറ്റൊരു റിപ്പോർട്ടറായ മുഹമ്മദ് ഖ്രീഖയും 3 ക്യാമറാമാൻമാരും കൊല്ലപ്പെട്ടു. ഇവരുടെ മരണത്തെപ്പറ്റി ഇസ്രയേൽ യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള നഗ്നവും ആസൂത്രിതവുമായ ആക്രമണമാണ് ഉണ്ടായതെന്ന് അൽ ജസീറ പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഒരിടവേള കൂടി. ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾ. ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത്. മലയാളിയും +2 വിദ്യാർത്ഥിനിയുമായിരുന്ന പത്മലതയുടെ കൊലപാതകത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം SITക്ക് പരാതി നൽകി. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പിതാവ് ദേവാനന്ദനോടുള്ള വ്യക്തിവൈരാഗ്യമായിരുന്നു മകളെ അതിക്രൂരമായി കൊലപ്പെടുത്താൻ കാരണം. ഇതിനിടെ മൃതദേഹാവശിഷ്ടങ്ങൾക്കായുള്ള പരിശോധന ഇന്ന് 13ാം പോയിന്റ് കേന്ദ്രീകരിച്ച് നടന്നു. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ധർമ്മസ്ഥലയിൽ SITയുടെ അന്വേഷണം നിർണായക ഘട്ടത്തിൽ. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. ഇതിനായി സാക്ഷി ചൂണ്ടിക്കാട്ടുന്ന മാർക്ക് ചെയ്യാത്ത ഇടങ്ങൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടക്കുന്നു. ഇതിനിടയിൽ മലയാളിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ദേവാനന്ദന്റെ മകൾ പത്മലതയുടെ കൊലപാതകം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം SITക്ക് പരാതി നൽകി. 1986 ഡിസംബർ 22-നാണ് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന +2 വിദ്യാർത്ഥിനി പത്മലതയെ കാണാതായത്. പെൺകുട്ടിയുടെ തിരോധാനത്തിൽ കാരണമായത് പിതാവ് ദേവാനന്ദനോടുള്ള വ്യക്തിവൈരാഗ്യമായിരുന്നു. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ദേവാനന്ദ് മത്സരിക്കാൻ നോമിനേഷൻ നൽകിയതും ഒരു കൂട്ടത്തെ ചൊടിപ്പിച്ചു. മകളെ തട്ടിക്കൊണ്ടുപോയി തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടു. പിൻവലിച്ചിട്ടും മകളെ വിട്ടു നൽകാൻ ഇവർ തയ്യാറായില്ല. 57 ദിവസങ്ങൾക്ക് ശേഷം കൈക്കാലുകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ നേത്രാവതി പുഴയ്ക്ക് സമീപമാണ് മൃതദേഹം കണ്ടെടുത്തത്. കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ആരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. 1986 ഡിസംബർ 22 എൻ്റെ അനിയത്തി അവൾ കോളേജിൽ പോയവൾ
പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ടില്ല. കോളേജ് ഡേക്കെന്നും പറഞ്ഞ് പോയത്, എന്നിട്ട് തിരിച്ചു വന്നിട്ടില്ല വീട്ടിലേക്ക്. പിന്നെ ഞങ്ങൾ അവിടെ പോയി തിരക്കിയപ്പോൾ അവരുടെ പ്രിൻസിപ്പലും പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞ് ഞങ്ങൾ തിരക്കാം അങ്ങനെയെന്ന് പറഞ്ഞ്. പിന്നെ രണ്ടാമത് അച്ഛൻ പോയി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാ എന്ന് പറഞ്ഞാൽ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു അച്ഛൻ. ഇവിടെ 56 ദിവസം കഴിഞ്ഞിട്ടാണ്, അത്ര ദിവസം കണ്ടിട്ടില്ല. പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്ത് അവർ തിരക്കുന്നെന്നൊക്കെ പറഞ്ഞ്, എന്നാലും ബോഡി കണ്ടുകിട്ടിയില്ല. ഇത് റീഓപ്പൺ ആവണം, റീഓപ്പൺ ആവണം. ഞങ്ങൾ പറയാം ആരൊക്കെയാണ് ഈ കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്തത്, ആരൊക്കെയാണ് ബലാത്സംഗം ചെയ്തത് എല്ലാം ഞങ്ങൾ പറയാം. അവരെല്ലാം എൻക്വയറി ചെയ്യണം. റീപ്പോർട്ടാക്കി ക്ലോസ് ചെയ്ത് അത് ഓപ്പൺ ആവണം. ഇതിനിടയിൽ ആദ്യഘട്ടത്തിൽ മാർക്ക് ചെയ്ത അവസാന പോയിന്റായ 13-ൽ SITയുടെ തെരച്ചിൽ ആരംഭിച്ചു. ഇവിടെ നിരവധി മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് സാക്ഷിയുടെ മൊഴി. ശുചീകരണ തൊഴിലാളി വർഷങ്ങളോളം ജോലി ചെയ്തിരുന്ന സ്നാനഘട്ടയ്ക്ക് സമീപം കൂടിയാണ് ഈ പ്രദേശം. ഇവിടെ ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് കണ്ടു എന്ന വെളിപ്പെടുത്തലുമായി 6ഓളം പ്രദേശവാസികൾ SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് പരിശോധന. ഇവിടെ മണ്ണ് കുഴിച്ചുള്ള വിശദമായ പരിശോധന വരും ദിവസങ്ങളിൽ ഉണ്ടാകും. SITയുടെ പരിശോധനയിൽ ഇതുവരെ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലവും ഈ ആഴ്ചയോടുകൂടി ലഭിച്ചേക്കും. ഇതിനു ശേഷമായിരിക്കും രണ്ടാം ഘട്ട പരിശോധന സംബന്ധിച്ച് തീരുമാനമുണ്ടാകുക. KV ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. ധർമ്മസ്ഥലയിൽ മലയാളി കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കെന്ന് വെളിപ്പെടുത്തൽ. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി രഞ്ജിരാജ് കരിന്തലവും ഭാര്യയുമാണ് ഡി ഗ്യാങ്ങിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. വർഷങ്ങൾക്ക് മുൻപ് മധുവിധു ആഘോഷത്തിനായി ധർമ്മസ്ഥലയിൽ എത്തിയപ്പോൾ നടന്ന സംഭവം ഇന്നും ഭയത്തോടെയാണ് ഓർക്കുന്നത് രഞ്ജിരാജ്. ധർമ്മസ്ഥല ഇറങ്ങി അവിടെ നിന്നിട്ട് അപ്പം നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരാൾ റൂമാണെന്ന് ചോദിച്ചു, ഞങ്ങൾ റൂം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു 650 രൂപ 700 രൂപ എന്തോ ആയിരുന്നു ആ സമയത്ത്, 2004 അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും കൂട്ടി ഈ ബാഗൊക്കെ അയാൾ തന്നെ മേടിച്ച് ഞങ്ങളെ ഒരു ബിൽഡിങ്ങിൻ്റെ എനിക്കിപ്പോഴും ഓർക്കുന്നു. ഇപ്പോഴത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയത്തോടെയാണ് നമ്മൾ ചിന്തിച്ച് നമ്മൾ ഓർമ്മയിൽ വരുന്നത്. ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി ഒരു റൂമിനകത്ത് നമ്മളെ റൂം തന്നു, 650 രൂപ വാങ്ങി. ആ സമയത്ത് ID കാർഡും കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ കയറി ഡോർ അടച്ചപ്പോൾ ഒരു വല്ലാത്തൊരു റൂമാണത്. എന്താ പറയുക, നമ്മൾക്കൊരു ശരിക്കും ഒരു ജയിലർ പോലെയുള്ള റൂം അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞങ്ങൾ പിന്നെ അതൊന്നും വിഷയമാക്കാൻ ഞങ്ങൾ അവിടെ താമസിക്കാൻ വേണ്ടി ഒരു 8-9 മണിയായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു 6-7 പേര് നമ്മുടെ റൂമിന് ചുറ്റുമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതൊരു നമുക്കൊരു പേടിപ്പെടുത്തുന്ന പോലെയാണ്. നമുക്കൊരു നമ്മുടെ സേഫ്റ്റിയും ഇല്ല, നമ്മുടെ പ്രൈവസിയും ഇല്ല. ആ വൈഫ് പറഞ്ഞ് നമുക്ക് പോകാം, അവിടെ നിൽക്കണ്ട, ആ സ്വാമി പറഞ്ഞത് അയാൾ പറഞ്ഞില്ലേ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞ് നമ്മൾ ധൈര്യം കാണിക്കണ്ടേ, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് നിൽക്കാൻ തോന്നും. ഒരു 10 മിനിറ്റും കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു സിഗരറ്റൊക്കെ വലിച്ചിട്ട് പുകയൊക്കെ റൂമിനകത്തേക്ക് വരുന്നു. ഈ ആൾക്കാർ നമ്മൾ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പോകാൻ പൈസ തിരിച്ചു തരില്ലെന്ന് പറഞ്ഞു. കാശ് തിരിച്ചു തരില്ല സാറേ, ഞങ്ങൾ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോകണം, പിന്നെ എന്താ കാശ് തരാം, നമ്മൾ താമസിക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡോർ തുറക്കാൻ പറ്റാതെ നമ്മളൊരു ലോക്കായ പോലെയാണ് സംഭവം. പിന്നെ വൈഫർ എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയോ അവിടെ നിന്ന് അപ്പം തന്നെ ഒരു 9-10 സമയത്ത് രാത്രി ഇറങ്ങി പുറത്ത് ബാഗ് എടുത്തിട്ട് വന്നു. പൈസ തിരിച്ചു മേടിക്കാനൊന്നുമില്ല. തിരിച്ചു മേടിക്കാൻ വന്നിട്ട് അന്ന് രാത്രിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ലാസ്റ്റ് 9:25 സുബ്രഹ്മണ്യത്തേക്ക് ഒരു KSRTC ബസ് ഉണ്ട്, ആ ബസ്സിന് കയറി രാത്രി സുബ്രഹ്മണ്യ പേടി ഞങ്ങൾ താമസിച്ചാണ്. പത്തനംതിട്ട കൂടലിൽ യുവാവിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂടൽ പയറ്റുവിള സ്വദേശി രാജനാണ് മരിച്ചത്. കൊലപാതകമെന്നാണ് സംശയം. ശരീരമാസകലം കുത്തേറ്റ നിലയിലായിരുന്നു. സമീപത്ത് താമസിക്കുന്ന ബന്ധുവാണ് മൃതദേഹം കണ്ടത്. ശരീരമാസകലം കുത്തേറ്റ് മരിച്ച നിലയിലാണ് രാജനെ ബന്ധുവീട്ടിൽ കണ്ടെത്തുന്നത്. രാത്രി സുഹൃത്തിനൊപ്പം ഈ വീട്ടിലെത്തിയാണ് രാജൻ. കൊലപാതകത്തിന് പിന്നിൽ അയൽവാസിയായ സുഹൃത്ത് അനിലാണെന്ന് കണ്ടെത്തി. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരിച്ച രാജന്റെ ബന്ധുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അനിലിനെ കസ്റ്റഡിയിലെടുത്തത്. ഇദ്ദേഹത്തിന് ഒരു സുഹൃത്തായ അയൽവാസിയായ ഒരു ആളാണ് ഈ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്താണ് ചെയ്തതാണെന്ന് ഈ മരിച്ച ആളുടെ റിലേറ്റീവ് നമുക്ക് ഇൻഫർമേഷൻ കൊടുത്തതാണ്. അപ്പോൾ അതേ ദൃക്സാക്ഷിയാണ് ഇങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് കണ്ടിരുന്നെന്ന് പറഞ്ഞിരുന്നത്. രാജനും അയൽവാസിയും തമ്മിലുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം. ഇന്നലെ രാത്രിയും ഇരുവരും മദ്യപിച്ച ശേഷം വാക്കേറ്റമുണ്ടാവുകയും തുടർന്ന് രാജനെ കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്നാണ് വിവരം. ന്യൂസ് 18 പത്തനംതിട്ട. അമ്മൂമ്മയുടെ ആൺ സുഹൃത്ത് നിർബന്ധിച്ച് ലഹരി നൽകിയെന്ന പരാതിയിൽ മൊഴി മാറ്റി 14 വയസ്സുകാരൻ. തന്നെ മദ്യമോ കഞ്ചാവോ ഉപയോഗിക്കാൻ ആരും നിർബന്ധിച്ചിട്ടില്ലെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. കുടുംബ പ്രശ്നങ്ങളാകാം മൊഴിമാറ്റത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. ഇതോടെ കസ്റ്റഡിയിലെടുത്ത തിരുവനന്തപുരം സ്വദേശി പ്രവീണിനെ പോലീസ് വിട്ടയച്ചു. കഴിഞ്ഞ ദിവസമാണ് അമ്മൂമ്മയുടെ ആൺ സുഹൃത്ത് നിർബന്ധിച്ച് ലഹരി നൽകിയെന്ന പരാതിയുമായി 14 വയസ്സുകാരൻ രംഗത്തെത്തിയത്.
കുടുംബത്തിന്റെ പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്ത് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ പരാതിക്കാരനാകട്ടെ മൊഴി മാറ്റി. ഇതോടെ പോലീസ് പുലിവാൽ പിടിച്ചു. നേരത്തെ നൽകിയ മൊഴിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് കുട്ടി നൽകിയ പുതിയ മൊഴി. തന്നെ മദ്യമോ കഞ്ചാവോ ഉപയോഗിക്കാൻ ആരും നിർബന്ധിച്ചിട്ടില്ലെന്നും വിദ്യാർത്ഥി പറയുന്നു. കുടുംബ പ്രശ്നമാകാൻ പരാതിക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. കസ്റ്റഡിയിലെടുത്ത തിരുവനന്തപുരം സ്വദേശി പ്രവീണിനെ പോലീസ് വിട്ടയച്ചു. ഇക്കഴിഞ്ഞ ഡിസംബർ 24-ന് വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് അമ്മൂമ്മയുടെ സുഹൃത്തായ പ്രവീൺ നിർബന്ധിച്ച് മദ്യം നൽകിയതെന്നാണ് കുട്ടി പറഞ്ഞത്. വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തി മദ്യം കുടിപ്പിച്ചു എന്നും മൊഴിയുണ്ടായിരുന്നു. പിന്നീട് പലതവണ നിർബന്ധിച്ച് കഞ്ചാവ് വലിപ്പിച്ചെന്നും ലഹരി വാങ്ങാൻ തന്നെ കൊണ്ടുപോയെന്നുമായിരുന്നു വിദ്യാർത്ഥി ആദ്യം നൽകിയ മൊഴി. ന്യൂസ് 18 കൊച്ചി. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിൽ കാന്തപുരത്തിന്റെ മധ്യസ്ഥ ചർച്ച തള്ളി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോ ഷെയ്ഖ് ഹബീബ് ഉമറോ ചർച്ച നടത്തിയിട്ടില്ലെന്നാണ് സഹോദരൻ അബ്ദുൽ ഫത്ത മഹദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന നിലപാടും മെഹദി ആവർത്തിക്കുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ലഭിച്ചുവെന്നും ഇക്കാര്യത്തിൽ ക്രെഡിറ്റ് എടുക്കാൻ താൻ തയ്യാറാവുന്നില്ല. പലയിടങ്ങളിൽ നിന്നും ക്രെഡിറ്റ് അവകാശവാദം ഉന്നയിക്കപ്പെടുന്നു. പക്ഷേ ഒരു മാനുഷിക പരിഗണന എന്ന രീതിയിൽ മാത്രമാണ് ഈ വിഷയത്തിൽ താൻ ഇടപെട്ടത്. മധ്യസ്ഥ ചർച്ചകളിലൂടെയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായത് എന്നതടക്കമുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വാക്കുകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഇക്കാര്യത്തിൽ എതിർപ്പുമായി തലാലിന്റെ സഹോദരൻ രംഗത്തെത്തിയിരിക്കുന്നത്. കാന്തപുരത്തിന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം മുൻകൈയെടുത്തുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദൂതന്മാർ വഴിയുള്ള യാതൊരു തരത്തിലുമുള്ള മധ്യസ്ഥ ചർച്ചകൾ യമനിൽ നടന്നില്ല എന്നാണ് തലാലിന്റെ സഹോദരൻ പറയുന്നത്. വധശിക്ഷ റദ്ദാക്കിയതായുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. മറിച്ചുള്ള പ്രചാരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. നേരത്തെയും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ഈ വധശിക്ഷ മാറ്റിവെക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞപ്പോഴും അത്തരമൊരു തീരുമാനം ഉണ്ടായില്ല, അത്തരമൊരു ധാരണ ഉണ്ടായില്ല എന്നായിരുന്നു തലാലിന്റെ സഹോദരൻ നേരത്തെയും ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചത്. പിന്നീട് വധശിക്ഷ മാറ്റിവെച്ചതിന് പിന്നാലെ ഉടൻ നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഇരയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. മധ്യസ്ഥർ വഴിയുള്ള ഒരു ചർച്ചകൾക്കും കുടുംബം സന്നദ്ധമല്ല, ദിയാദനം സ്വീകരിക്കുന്നതിനും സന്നദ്ധമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ മോചനവുമായി ബന്ധപ്പെട്ട കാന്തപുരത്തിന്റെ ഇടപെടലുകളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് തലാലിന്റെ സഹോദരൻ രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ സഹോദരന്റെ വാക്കുകളിൽ കാര്യമില്ല എന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത്. വധശിക്ഷ റദ്ദാക്കിയെന്നുള്ള അറിയിപ്പ് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഇനി ജീവപര്യന്തം തടവാണോ അല്ലെങ്കിൽ ദിയാദനം സ്വീകരിച്ച് നിമിഷപ്രിയയെ വെറുതെ വിടുകയാണോ ചെയ്യുക, ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് തീരുമാനം ഉണ്ടാവാനുള്ളത്. ഇത്തരം ഒത്തുതീർപ്പ് ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് കുടുംബം ചുമതലപ്പെടുത്തിയ മറ്റാളുകളുണ്ട്. ഇക്കാര്യത്തിൽ അത്തരമൊരു അധികാരമുള്ള ആളല്ല തലാലിന്റെ സഹോദരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾ ഈ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകളെ ഒരു തരത്തിലും സ്വാധീനിക്കില്ല. യമനിൽ ഇപ്പോഴും സജീവമായ ചർച്ചകൾ നടക്കുന്നുവെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നു. സ്വകാര്യ ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയാൽ കർശന നടപടിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കുട്ടികളെ രണ്ടാം തരം പൗരന്മാരായി കാണരുത്. ബസ് കൺസെഷൻ സ്വകാര്യ ബസ്സുകളുടെ ഔദാര്യമല്ല. കുട്ടികൾ ആവശ്യപ്പെട്ട സ്ഥലത്ത് ബസ് നിർത്തണം. കുട്ടികളെ സീറ്റിൽ നിന്നും എഴുന്നേൽപ്പിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികൾ ഇരിക്കുകയായിരിക്കും, അപ്പം കൺസെഷൻ ലെവൽ ടിക്കറ്റ് എടുത്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. വേറെ ഒരു പ്രമാണി ബസ്സുകാർ വരുമ്പോൾ കുട്ടികളെല്ലാം എണീപ്പിച്ചിട്ട് അവനെ നിർത്തുക, അതൊന്നും പറ്റില്ല. പരാതി കിട്ടിക്കഴിഞ്ഞാൽ കഷ്ടമാണ് നടക്കുന്നത്. ഉപഭോക്താക്കളുടെ സൗകര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഓൺലൈൻ മദ്യവിൽപ്പന ശുപാർശ മുന്നോട്ട് വച്ചതെന്ന് ബെഫ്കോ MD ഹർഷിത അട്ടലൂരി ന്യൂസ് 18നോട്. മദ്യം നിയമപരമായ വ്യാപാരമായതിനാലാണ് ഓൺലൈനായി അത് ലഭ്യമാക്കുന്നതിന് ശുപാർശ നൽകിയത്. മദ്യത്തിന് കൂടുതൽ നികുതി ചുമത്തിയാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ അതിർത്തി മേഖലകളിൽ വ്യാപാരം കൂടുമെന്നും ബെഫ്കോ MD ഹർഷിത അട്ടലൂരി പറഞ്ഞു. സർക്കാരിൻ്റെ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ സർക്കാർ തലത്തിലും അല്ലാതെയുമൊക്കെ നടക്കുകയാണ്. അതിനിടയിൽ ബെഫ്കോയുടെ MD ശ്രീമതി ഹർഷിത അട്ലൂരി ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. മാഡം, ഒരുപാട് ആളുകൾക്ക് അറിയാൻ ആകാംക്ഷയുള്ളൊരു കാര്യമാണ് മദ്യം ഓൺലൈനായി നൽകുമോ ഇല്ലയോ. അതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക തീരുമാനം പുറത്തേക്ക് വരുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു വിവാദത്തിലേക്ക് കടക്കേണ്ടതില്ലെന്ന്. ഈ ഒരു സർക്കാർ നിലപാടിനോട് ബെഫ്കോയുടെ ഒരു നിലപാട് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്?
ബേസിക്കലി ഞങ്ങൾ ഒരു പ്രപ്പോസൽ അയച്ചു. ഇത് പുതിയ പ്രപ്പോസൽ അല്ല, 3 വർഷങ്ങളായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രപ്പോസൽ തന്നെയാണ്. കഴിഞ്ഞ മാസം ഒന്നുകൂടി ഞങ്ങൾ ഈ ഫ്രഷായിട്ടൊരു ഈ പ്രപ്പോസൽ അയച്ചു. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സർക്കാരിൻ്റെ വിസ്ഡം അനുസരിച്ച് അവർ തരുന്ന സമയത്ത് ഞങ്ങളത് എടുത്തിട്ട് മുന്നോട്ട് പോവാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ ലഹരി വിരുദ്ധ നടപടികളൊക്കെ ഏകോപിപ്പിക്കുന്നതിനുവേണ്ടി ഒരുപാട് പരിപാടികൾ സർക്കാർ തലത്തിൽ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് തടസ്സമാകുന്ന തരത്തിലേക്ക് മാറുമോ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ നയം? ഇതിന് ബന്ധം എങ്ങനെയാണ്? ഇപ്പോൾ നമുക്ക് ഷോപ്സ് ഉണ്ട്. ഇപ്പോൾ ഷോപ്സ് ഇപ്പോൾ ലഹരി വിരുദ്ധ സർക്കാരുടെ ഈ മെഷേഴ്സിന് ബാധകമാവുന്നോ? ഇല്ല. ഞങ്ങൾ ബെവ്കോ തന്നെ 25% ഓഫ് ആർ CSR ഞങ്ങൾ ഇതിനു വേണ്ടി തന്നെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്നത്. സോ ബേസിക്കലി ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇതൊരു ലീഗൽ ബിസിനസ്സാണ്. ഇത് ഡ്രഗ്സ് അല്ല. ഡ്രഗ്സ് ആർ ഇല്ലീഗൽ. ആൽക്കഹോൾ ഇസ് എ ലീഗൽ ബിസിനസ്. ഇപ്പോൾ ഈ ലീഗൽ ബിസിനസ്സിൽ നമ്മൾ ഷോപ്സ് നടത്തുന്നു. ഇപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഒരു ഓൺലൈനായിട്ട് മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്. കാരണം എല്ലാ പ്രൊവിഷൻസ് മുതൽ ഫുഡ് മുതൽ സേഫ്റ്റി പിൻസ് മുതൽ കാർസ് വരെ എല്ലാം നമുക്ക് ഓൺലൈൻ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ലിക്കർ മാത്രമേ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട്? അപ്പോൾ അത് കൺവേ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കഴിയാതെ പോയിട്ടുണ്ടോ? അതുകൊണ്ടാണോ സർക്കാർ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക്? ഞാൻ CMD ബെവ്കോ ആയിട്ട് ഞാൻ ഒരു പ്രപ്പോസൽ എൻ്റെ കോർപ്പറേഷൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടി, പിന്നെ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൺവീനിയൻസിന് വേണ്ടി ഞാൻ ഒരു പ്രപ്പോസൽ ഗവൺമെൻറ്റിന് മുമ്പ് വെച്ചു. അപ്പോൾ ഗവൺമെൻറ് ഇത് പല ആംഗിൾസിൽ നിന്ന് നോക്കിയിട്ട് അപ്പോൾ ആവശ്യമായ തീരുമാനം ഗവൺമെൻറ് പറയും. അവസാനമായി ഒരു കാര്യം കൂടി, ഈ നികുതി അധികമായി വർദ്ധിപ്പിക്കുന്നത്, അതായത് ടാക്സ് കൂട്ടുന്ന മദ്യത്തിന്, അതുകൊണ്ട് ഉപഭോഗം കുറയ്ക്കാൻ കഴിയും എന്ന് കരുതുന്നുണ്ടോ? അതായത് മദ്യപിക്കണമെന്ന് വിചാരിക്കുന്ന ആൾ നികുതി എത്ര കൂട്ടിയാലും മദ്യപിക്കുക തന്നെ ചെയ്യത്തില്ലേ? ദാറ്റ് ഇസ് ട്രൂ. അങ്ങനത്തെ ഹാബിറ്റുള്ള ആൾ എത്ര കൂട്ടി കഴിഞ്ഞാലും പിന്നെ ആ ബഡ്ജറ്റിൽ അത്രയും പൈസ എടുത്തിട്ട് ഇത് വാങ്ങിക്കും. അപ്പോൾ നമ്മുടെ സാധാരണ കുടുംബങ്ങളുടെ കുടുംബ ബജറ്റിനെ അത് ബാധിക്കുന്ന ഒരു സാഹചര്യം വരില്ല. അതുകൊണ്ട് മാഡം അതിനോട് യോജിക്കുന്നുണ്ടോ, അതോ അതിൽ ഒരു കൃത്യമായ ഇൻ്റർവെൻഷൻ ഉണ്ടാവുമോ? ഇൻ്റർവെൻഷൻ ഉണ്ടാവുമോ ഇല്ലയോ എന്ന കാര്യം ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനമാണ്. പക്ഷെ ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത് ഇത്രയും ഇപ്പോൾ നമുക്ക് മോസ്റ്റ് എക്സ്പെൻസീവ് ലിക്കർ ഇൻ ദ കൺട്രിയാണ്. ടാക്സ് ഒക്കെ സ്ട്രക്ചറും 400% ആണ് നമ്മൾ വാങ്ങുന്നത്. ഇത് മോസ്റ്റ് ഹയസ്റ്റ് ടാക്സ് റേറ്റ്. ഇതിനെ കൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ കർണാടകയിലെയും തമിഴ്നാട്, നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ്സിലെല്ലാം മദ്യം നമ്മുടെ മദ്യത്തിനേക്കാളും ഭയങ്കര ഇൻഎക്സ്പെൻസീവ് ആണ്. സോ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ബോർഡർ ഏരിയാസിൽ അവർക്ക് പോയി അവിടെ വെച്ച് മദ്യം തന്നെ വാങ്ങാം. സോ ദാറ്റ് ഇസ് വൈ നമ്മുടെ സെയിൽസ് റവന്യൂ നഷ്ടപ്പെടുന്നുകൊണ്ടാണ് ഞാൻ ധരിക്കുന്നത്. സോ ഈ ടാക്സ് റേറ്റ് കുറച്ചാൽ സെയിൽസ് റവന്യൂ ബാധിക്കില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വളരെയധികം നന്ദി പ്രതികരണത്തിന്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഇടുക്കി സൂര്യനെല്ലിയിൽ തോട്ടം തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ഗുണ്ടുമല ഡിവിഷൻ തൊഴിലാളിയായ വിജയ് ശേഖറാണ് മരിച്ചത്. തേയില വെട്ടുന്ന യന്ത്രം നിയന്ത്രണം നഷ്ടപ്പെട്ട് ശരീരത്തിൽ പതിച്ചായിരുന്നു അപകടമുണ്ടായത്. നോയിഡയിൽ ഡേ കെയറിൽ 1.5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് പ്രായപൂർത്തിയാകാത്ത ആയ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദൃശ്യങ്ങളിൽ ആയ കുഞ്ഞിന്റെ ശരീരത്തിൽ കടിക്കുന്നതും നിലത്തേക്കിടുന്നതും പ്ലാസ്റ്റിക് ബാറ്റ് ഉപയോഗിച്ച് അടിക്കുന്നതുമെല്ലാം കാണാം. കുഞ്ഞ് തുടർച്ചയായി കരഞ്ഞതിൽ പ്രകോപിതയായിട്ടായിരുന്നു മർദ്ദനമെന്ന് 16-കാരി മൊഴി നൽകി. കുഞ്ഞിന്റെ വസ്ത്രം മാറുന്നതിനിടെ അമ്മയാണ് ശരീരത്തിലെ പാടുകൾ ശ്രദ്ധിക്കുന്നത്. ഡേ കെയറിലെത്തി അന്വേഷിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയതായും അമ്മ പരാതിപ്പെട്ടു. തുടർന്നാണ് പോലീസിൽ പരാതി നൽകുന്നത്. ഡേ കെയർ സെന്റർ ഉടമയ്ക്കെതിരെയും പോലീസ് കേസെടുത്തു. ഇടുക്കി ചൊക്രമുടിയിൽ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു. വിൻഡർ ഗാർഡൻ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന റിസോർട്ടാണ് ഏറ്റെടുത്തത്. റിസോർട്ട് പ്രവർത്തിച്ചിരുന്ന ഭൂമിയുടെ പട്ടയം വ്യാജമെന്ന് കണ്ടെത്തി റദ്ദാക്കിയിരുന്നു. ചൊക്രമുടി കവാടത്തിന് സമീപത്തുള്ള 1 ഏക്കർ 5 സെന്റ് ഭൂമിയുടെ പട്ടയമാണ് കഴിഞ്ഞ ദിവസം ദേവികുളം സബ് കളക്ടർ റദ്ദ് ചെയ്തത്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന വിൻഡർ ഗാർഡൻ റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് സീൽ ചെയ്ത സർക്കാർ ഭൂമിയെന്ന് ബോർഡും സ്ഥാപിച്ചു. പുള്ളിയുടെ വീട്ടിൽ നോട്ടീസ് പതിച്ച് നടത്തുകയും 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പുള്ളി ഒഴിയാത്ത സാഹചര്യത്തിൽ നേരിട്ട് വന്ന് ബിൽഡിങ്ങും സ്ഥലവും സർക്കാർ ഏറ്റെടുത്തിരിക്കുക. മേരിക്കുട്ടി വർഗീസ് വാഴയിൽ ചൊക്രമുടി എന്നയാളുടെ പേരിലാണ് വ്യാജരേഖ ചമച്ച് ഭൂമിക്ക് പട്ടയമുണ്ടാക്കിയത്. പട്ടയത്തിനായി നേരിട്ട് ബന്ധപ്പെട്ട അപേക്ഷ രജിസ്റ്റർ, പട്ടയം നൽകുന്ന രജിസ്റ്റർ, പട്ടയ മഹസർ പതിവ് ലിസ്റ്റ് തുടങ്ങിയ രേഖകളൊന്നുമില്ല എന്ന് കണ്ടെത്തിയതോടെ പട്ടയം റദ്ദു ചെയ്യുകയായിരുന്നു. ഇതുകൂടാതെ ചൊക്രമുടിയിൽ അനധികൃത കയ്യേറ്റമെന്ന് കണ്ടെത്തി 4 പട്ടയങ്ങളും മുൻപ് റദ്ദാക്കിയിരുന്നു.
4 പട്ടയങ്ങളിലായി 60ഓളം പേരുടെ കൈവശം 13 ഏക്കറിലധികം ഭൂമിയാണ് ഉണ്ടായിരുന്നത്. വരും ദിവസങ്ങളിലും നടപടി തുടരുമെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു. പുറമ്പോക്ക് എവിടെയുണ്ടെങ്കിലും അത് ആരെങ്കിലും കൈവശപ്പെടുത്തിയാൽ നമുക്ക് തിരിച്ചെടുക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. റദ്ദു ചെയ്ത പട്ടയങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ കൈവശക്കാർക്ക് 6 തവണ റവന്യൂ വകുപ്പ് അവസരം നൽകിയിരുന്നു. എന്നാൽ രേഖകൾ ഹാജരാക്കാതെ വന്നതോടെയാണ് നടപടി. ന്യൂസ് 18 ഇടുക്കി. വീട്ടിലെ പോർച്ചിൽ കിടന്ന കാറിനും ടോൾ പിരിച്ചതായി പരാതി. കൊച്ചി സ്വദേശിയുടെ കാർ തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിലൂടെ കടന്നുപോയെന്ന് കാണിച്ചാണ് ഫാസ്ടാഗിലൂടെ പണം നഷ്ടമായത്. പോലീസ് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. മുൻ ഗവൺമെന്റ് ലീഡറായ PK സജീവന് തന്റെ കാർ ഓഗസ്റ്റ് 8 ഞായറാഴ്ച രാവിലെ 8 മണിയോടെ ടോൾ പ്ലാസ വഴി കടന്നുപോയെന്ന സന്ദേശമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ സമയം സജീവൻ വീട്ടിൽ തന്നെയായിരുന്നു. ടോൾ പ്ലാസ വഴി കടന്നുപോയതിനുള്ള പണം 90 രൂപ ഈടാക്കിക്കൊണ്ടുള്ള സന്ദേശവും ഉടൻ ലഭിച്ചു. എൻ്റെ വണ്ടി പാലിയേക്കര കടന്നുപോയതായിട്ടും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 90 രൂപ കുറഞ്ഞതായിട്ടുള്ള മെസ്സേജാണ്. അത് 8/8 പാലിയേക്കര കടന്നുപോയത്. ഞാൻ അത്ഭുതപ്പെട്ട്. അപ്പോൾ ഇതെന്താണ് സംഭവം? എനിക്കറിയാമല്ലോ എൻ്റെ വണ്ടി പുറക്കാത്ത കിടക്കണമെന്നുള്ളത്. ഞാൻ അന്ന് 11 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും വീടിന് അപ്പുറവും ഇപ്പുറവും CCTV ഉണ്ട്, പോലീസിന് അന്വേഷിച്ച് കണ്ടെത്താവുന്നതാണ്. മാത്രമല്ല എൻ്റെ വണ്ടി കടന്നു പോയതിന് അവർക്കും അവിടെ തെളിവുണ്ടാകും, അവർക്കും CCTV ഉള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എൻ്റെ മാത്രം അനുഭവമായിരിക്കില്ല, ഇത് ഒരുപാട് പേർക്ക് അനുഭവമുണ്ട്. പക്ഷേ ആരും ഈ ചെറിയ തുകയായതുകൊണ്ട് ആരും പരാതിപ്പെടാനായിട്ട് മെനക്കെടില്ല. കാരണം അതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ എനിക്ക് തന്നെ, ഞാനൊരു പ്രോസിക്യൂട്ടറായിരുന്ന ആളായിട്ട് പോലും പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ എൻ്റെ അനുഭവം, ജൂറിസ്ഡിക്ഷനെ സംബന്ധിച്ച് അവർ തർക്കം ഉന്നയിക്കുകയാണ് പോലീസ്. പലർക്കും സമാനമായ സന്ദേശം ലഭിക്കാറുണ്ടെന്നും തുക കുറവായതിനാൽ ആരും പരാതിയുമായി പിറകെ പോകാത്തതാണെന്നും തന്റെ അന്വേഷണത്തിൽ ബോധ്യമായതായി സജീവൻ പറയുന്നു. എന്നാൽ ഇതൊരു പൊതുപ്രശ്നമായി നിയമവഴിയിലൂടെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് സജീവൻ വ്യക്തമാക്കി. ഈ ഇഷ്യൂ ഒരു പബ്ലിക് കോസാണ്, യാതൊരു സംശയവും വേണ്ട. ഇതിനും റിസൾട്ട് കണ്ടെത്തണം. ഈ കൊള്ള അവസാനിപ്പിക്കണം. ഇതൊരു പൊതുസമൂഹത്തെ ബാധിക്കുന്ന, എൻ്റെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇത് ചെറുതല്ല, തുകയുടെ ആസ്പെക്ട്സിൽ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇത് ചെറുതല്ല. ഇതിന് വിദൂരവ്യാപകമായ ഒരു വലിയ ഒരു കോൺസിക്വൻസ്, അല്ലെങ്കിൽ ഒരു പ്രത്യാഘാതം ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആസൂത്രിതമായി നടത്തുന്ന തട്ടിപ്പാണിതെന്നും ബാങ്കുകൾ ഉൾപ്പെടെ ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും പരാതിക്കാരൻ പറയുന്നു. സജീവന്റെ പരാതിയിൽ എളമക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. എറണാകുളത്ത് വൻ കഞ്ചാവ് വേട്ട. 40 കിലോ കഞ്ചാവുമായി 2 വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ പിടിയിലായി. മുർഷിദാബാദ് സ്വദേശികളായ സുരോജ്, രാജു എന്നിവരാണ് പിടിയിലായത്. ട്രെയിനിൽ 3 ട്രോളി ബാഗുകളിലായാണ് കഞ്ചാവ് എത്തിച്ചത്. കൊച്ചി ഡാൻസ് ഓഫ് ടീമാണ് പ്രതികളെ പിടികൂടിയത്. ഓണം ലക്ഷ്യമിട്ടുള്ള കഞ്ചാവ് കടത്തായിരുന്നു. ബംഗളൂരുവിൽ നിന്നും ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി എത്തിച്ച 2 പേർ കൊല്ലത്ത് പിടിയിൽ. കൊല്ലം സ്വദേശി അനു, പള്ളിത്തോട്ടം സ്വദേശി അൻസാരി എന്നിവരെയാണ് എക്സൈസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ നിന്നും 14 ഗ്രാം MDMAയും കഞ്ചാവും പിടികൂടി. ഇരുവരും കൊല്ലത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. മാസങ്ങളായി എക്സൈസ് ഷാഡോ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ. ലഹരിയുമായി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇരുവരെയും പിടികൂടിയത്. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 9375 രൂപ, പവന് 75,000 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 7745 രൂപ, പവന് 61,960 രൂപ. വെള്ളി ഗ്രാമിന് 125 രൂപ, കിലോഗ്രാമിന് 1,25,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. ലൈവ് at 6 പൂർണ്ണമാവുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാൽ.